ഹേ ഗായ്സ്, എൻ്റെ പേര് ടിജോ. ഞാനിപ്പോൾ ഉള്ളത് ദുബായിൽ. ഞാനിവിടെ വർക്ക് ചെയ്യുവാണ്. ഓൾമോസ്റ്റ് ഒരു കൊല്ലമായി ഞാനിവിടെ വന്നിട്ട്. എൻ്റെ വീക്കെൻഡുള്ള ഒരു റുട്ടീൻ അതുവഴി നിങ്ങൾക്ക് എന്നെ ഒന്ന് പരിചയപ്പെടാം. അതുകൊണ്ട് ഞാൻ ഇടുന്ന ഒരു ആദ്യത്തെ എൻ്റെ വീഡിയോ ആണ്. രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്ന പോലെ നോർമലി ഞാനും എഴുന്നേൽക്കും. പക്ഷെ എഴുന്നേൽക്കുന്ന 10 മണിക്കാന്നേ ഉള്ളൂ. സൺഡേ അല്ലേ, പോകണ്ട. ആ ഒരു സമയത്ത് എഴുന്നേൽക്കുക, ഒന്ന് പ്രാർത്ഥിക്കുക, പുള്ളിക്കാരനൊരു നന്ദി പറഞ്ഞ് ആ ദിവസം അങ്ങ് തുടങ്ങാമെന്നങ്ങ് വിചാരിക്കുന്നു. എല്ലാ ദിവസവും ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ പുള്ളിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, അതിലാണ് ഞാനിപ്പോൾ തൊട്ടുമുത്തിയത്. പിന്നെന്തുവാ, രാവിലെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നോർമലി പല്ല് തേക്കാനുള്ള പുറപ്പാടാണ്. പല്ല് തേക്കാൻ പേസ്റ്റും ബ്രഷും എടുത്ത് പോക്കറ്റിട്ട് ചപ്പൽ രണ്ടും മാറ്റിയിട്ട് പുതിയ പുറത്തോട്ടിടുന്ന ചപ്പലും ഇട്ട് ഞാൻ പുറത്തോട്ട് പോകും. കാരണം ഞങ്ങൾക്ക് അറ്റാച്ച്ഡ് ഒന്നുമില്ല. ഞാൻ താമസിക്കുന്ന ഒരു ലേബർ ക്യാമ്പിലാണ്. ലേബർ ക്യാമ്പിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാത്റൂമൊക്കെ ടോയ്ലറ്റും എല്ലാം കോമൺ ആയിരിക്കും. ആ ഒരു ഫ്ലോറിലുള്ള സൈഡിലുള്ള എല്ലാവർക്കും കോമൺ ആയിരിക്കും. അതുകൊണ്ട് ആ ഭാഗത്തോട്ടൊന്നും നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇറ്റ്സ് ടോട്ടലി നോട്ട് ഗുഡ്. പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞു തിരിച്ചു വന്നു. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വന്ന ഉടനെ തന്നെ മുറി പൂട്ടണം. കാരണം എല്ലാ വാതിലും ഒരുപോലെ ആയിരിക്കുന്നുണ്ട്. പല ആളുകളും റൂം മാറി കയറുന്ന പോലെ ഇങ്ങ് കയറി വരും. പിന്നെ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം തിരിച്ച് അതുപോലെ കൊണ്ടുവയ്ക്കണം. ഇല്ലെങ്കിൽ ഞാൻ അത് വിട്ടുകൊണ്ടായിരിക്കും ഉടുപ്പ് മടക്കി വയ്ക്കുന്നു. പിന്നെ എന്താ, കിടക്ക വൃത്തിയാക്കി വെക്കുക. ഉറങ്ങിക്കിടന്നതല്ലേ, അതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് മടക്കി വെക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്. കാരണം എന്നെനിക്ക് സ്വന്തമായിട്ട് ബെഡ് കിട്ടി തുടങ്ങിയോ അതുകൊണ്ട് ഞാനതെല്ലാം മടക്കി വയ്ക്കും. ഇനിയുള്ളതെല്ലാം ഞാനൊന്ന് വേഗം ഓടിച്ചുവിടുക, മുറി ക്ലീൻ ചെയ്യുവാണ്. കാരണം വെറുതെ എന്തിനാ അതൊക്കെ കണ്ടിട്ട് നിങ്ങളെ പോസ്റ്റ് അടിപ്പിക്കുന്നത്. ഞങ്ങൾ ആഴ്ചയിലൊരിക്കലും മാത്രമേ ക്ലീൻ ചെയ്യാറുള്ളൂ. ഞങ്ങൾ 2 പേരുമാണ് ഇവിടെ താമസിക്കുന്നത്. 4-5 പേർക്കുള്ള റൂമാണ്. പക്ഷേ 2 പേർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ കമ്പനി ഞങ്ങൾക്ക് തന്നതാണ്. അങ്ങനെ സാധാരണ ഇതുപോലത്തെ ലേബർ ക്യാമ്പുകളിൽ ഒരുപാട് ആളുകളെ താമസിപ്പിക്കും. ഒരു റൂമിനകത്ത് തന്നെ 8, 7, 6 പേരുകളൊക്കെ താമസിക്കുന്നവരുണ്ട്. ഇപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇന്നലെ അലക്കിയിട്ട കുറേ തുണികളുണ്ട്. അത് പോകുന്നതിന് മുന്നേ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ തുണിയും പോകും. നനഞ്ഞു കിടക്കുന്നതായതുകൊണ്ട് രാവിലെ ആരും എടുക്കാറില്ല. അതുകൊണ്ട് ഈ ചൂടത്ത് ഉണങ്ങി കിടക്കുന്ന സമയത്ത് തന്നെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് തണുത്തു പോകും. അപ്പം മടക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖം കാണത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ കുളിക്കാനുള്ള പരിപാടിയാണ്. എണ്ണ ഇടണം. എണ്ണ ഇടുന്നതെന്ന് പറയുന്നത് തന്നെ ഒരു ചടങ്ങ്. അതും സൺഡേ മാത്രമേ ഞാൻ ഇടാറുള്ളൂ. ഇവിടെ വന്നേ പിന്നെ മുടി കൊഴിയുന്നതിന് ഒരു കൈയും കണക്കുമില്ല. കാരണം എണ്ണ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളത്തിൻ്റെ കൂടെ വരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞായറാഴ്ച നമ്മൾ തന്നെ ഇട്ടൊന്ന് തടവി വരണമല്ലോ. കുളിക്കാൻ പോകുന്നു, ലൈറ്റ് ഓഫ് ചെയ്യുന്നു, വാതിലടയ്ക്കുന്നു, തിരിച്ചു കയറി വരുന്നു. ചുമ്മാ തുറന്നിട്ട് അടച്ചല്ല കേട്ടോ, ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടൊക്കെ വന്നതാണ്. തല കണ്ടറിയത്തില്ലേ, ഞാൻ കട്ട് ചെയ്തതാണ് അത്രയും ഭാഗം. ഫസ്റ്റ് തന്നെ കുളിച്ചതിനെ കാണിക്കാൻ പറ്റുമോ? പിന്നെ പണ്ട് തൊട്ടേ മുടി ചെയ്യാറില്ല, എല്ലാം കൈ കൊണ്ടാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ എൻ്റെ പരിപാടി. മുടി ചെയ്യി കഴിഞ്ഞു. ഇനി അതിരിക്കണമെന്നൊന്നൊരു നിർബന്ധമില്ല. കണ്ടില്ലേ, മുടിയൊക്കെ പോയി. പള്ളിയിൽ പോകണം. അതുകൊണ്ട് പള്ളിയിൽ പോകാനുള്ള തത്രപ്പാടിൽ ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായി നിൽക്കുന്നു. ഇനിയുള്ള അടുത്ത പരിപാടി എന്ന് വെച്ചാൽ, നമ്മുടെ അടുത്ത പരിപാടി മുട്ട പുഴുങ്ങണം. പുഴുങ്ങിയിട്ടുണ്ട്. രാത്രി ഞാൻ ഈ മുട്ട വെള്ളത്തിൽ ഇട്ട് കെറ്റിലിൽ ചൂടാക്കി ഇട്ടിട്ട് ഞാനും കിടക്കും. അപ്പോൾ രാവിലെ ആകുമ്പോൾ പുഴുങ്ങിയിട്ടും ആ വെള്ളം കളയാനായിട്ട് പ്രത്യേകിച്ച് ഹോസൊന്നുമില്ല. ഡയറക്റ്റ് കൊണ്ടുവന്ന് ബക്കറ്റിലോട്ട് ഒഴിക്കും. കുളിക്കാൻ പോകുന്ന ബക്കറ്റല്ലേ. പിന്നെ അത് പോകുന്ന സമയത്ത് ബാത്റൂമിൽ ഞാൻ കളയും. കാരണം എനിക്ക് ഈ കെറ്റിലിൽ തന്നെയാണ് കാപ്പി ഉണ്ടാക്കാനുള്ളത്. രാവിലെ ഒരു കോഫി കുടിക്കും. അതും സൺഡേ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന് വെള്ളം നിറയ്ക്കണം. ഇത് ഞങ്ങളുടെ വാട്ടർ ഡിസ്പെൻസർ എല്ലാം കൈപ്പണിയാണ് മോനെ. ഒറ്റയ്ക്കൊക്കെ അല്ലേ താമസിക്കുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. യൂരോടെ മെയിൻ എൻ്റെ ടേബിളാണിത്. അതുകൊണ്ട് ടേബിളിൽ ഉടുപ്പ് കൊണ്ടിട്ടാൽ ശരിയാവത്തില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ തട്ടിക്കുട്ടി മടക്കി അലമാരി കയറ്റി. ഇനി കാപ്പി ഉണ്ടാക്കാം. കാപ്പി കൊണ്ട് വെച്ചു, കാപ്പിപ്പൊടി വെച്ചു. നെസ്കഫെ ഗോൾഡ്
തട്ടിയിടുന്നു, മുട്ടയിടുന്നു, സാധനങ്ങൾ വരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാട്ടിടണം. ഇപ്പോൾ ഈ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കമ്പനി ഫോൺ തപ്പിയെടുക്കണം. എവിടെ പോയി പണ്ടാരം? കിട്ടി. അതിലൊരു പാട്ട് വിട്ട് ഓക്കെ, പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഇനി എൻ്റെ ഭക്ഷണ രീതികളെല്ലാം ഒന്ന് ഞാൻ പടപടേന്ന് ഞാൻ അങ്ങ് ഓടിച്ചു വിടുവാണ്. രാവിലെ കഴിക്കുന്നത് എന്താ? ബ്രെഡായിരിക്കും. അതെ, ബ്രെഡ് തന്നെയാണ്. സോറി ഗേസ്. ഇപ്പം ചെയ്യുന്നത് ആരും ചെയ്യാനായിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല. ഇത് എൻ്റേതായിട്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ കാര്യമാണ്. കാരണം അതിനകത്തുള്ള മോയ്സ്ചറെല്ലാം ഞാൻ വലിച്ചെടുക്കും. ബ്രെഡ് ഒരു 2 ദിവസം കൂടെ എക്സ്ട്രാ നിൽക്കും. കാരണം ഒരു ബ്രെഡ് വാങ്ങിച്ചാൽ ഒരാഴ്ച ഉപയോഗിക്കണമെന്നാണ് എൻ്റെ ഒരു രീതി. അതുകൊണ്ട് ഞാൻ അതിനകത്ത് മോയ്സ്ചറെല്ലാം സ്റ്റക്ക് ചെയ്തെടുത്ത് എയർ ടൈറ്റ് ചെയ്ത് ഞാനങ്ങ് അടച്ചു വെക്കുന്നത്. പിന്നെ ഈ ഉപയോഗിക്കുന്ന പീനട്ട് ബട്ടറെല്ലാം ഓഫറിന് കിട്ടിയതാണ്. 4 ദിറംസിന് 2 പീനട്ട് ബട്ടർ സ്റ്റഡർ വരുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ഫസ്റ്റ് അല്ലേ, ക്ഷമിച്ചു കളാം. അങ്ങനെ 4 ബ്രെഡ്. അതിൽ ഈ ഒഴിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലി മയണൈസാണ്. പീനട്ട് ബട്ടറും ചില്ലി മയണൈസും എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കൊരു ഇച്ചിരി എരിവും പുളിയും ഒക്കെ വേണം. പീനട്ട് ബട്ടർ ഇട്ടിട്ടുണ്ട്, അത് ഓവർ മധുരമാവും. അപ്പോൾ അതിനെ ഒന്നൊരു കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഞാനത്. പിന്നെ ഇടുന്ന സാധനം സോൾട്ട് ആൻഡ് പെപ്പറാണ് കേട്ടോ. മിക്സ് ചെയ്ത സാധനം ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. അപ്പം അതും ഞാൻ അതിൻ്റെ കൂടെ കുറച്ചൊന്നിടും. പിന്നെ നമ്മൾ പുഴുങ്ങിയെടുത്ത് വെച്ച മുട്ട അത് തട്ടിക്കൂട്ടി പൊട്ടിച്ചെടുത്ത് അതിനെ ഒന്ന് പിച്ചിപ്പാന്തി എടുക്കണം. മുട്ട പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ചടങ്ങാണ്. എല്ലാ മുട്ടകളെ പോലെയല്ല, ഇവിടുത്തെ മുട്ടയ്ക്ക് പശ കൂടുതലാണ് ഇച്ചിരി. ദൈവത്തെ വിളിച്ചിട്ട് ഒന്നും വരത്തല്ലേ, ഞാനുണ്ടാക്കിയത് തന്നെയാണ്. പക്ഷെ എന്നാലും ഒന്നും വരത്തില്ലേ എന്ന് വിചാരിച്ച് നമ്മളങ്ങ് കഴിക്കാൻ തുടങ്ങി. കോഫിയും കഴിച്ച് ബ്രെഡും കഴിച്ച് മുട്ടയും കയറ്റി. അന്തസ്. ഇനി അടുത്തുള്ള പരിപാടി എല്ലാം കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ചു, പാത്രമൊക്കെ കഴുകി, ഇയർഫോൺസ് പോക്കറ്റിൽ, പേഴ്സ് എടുത്തിടണം, ഫോണ് 2 എണ്ണം എടുത്തിടണം. കണ്ണാടി മസ്റ്റാണ് മോനെ, പുറത്തിറങ്ങിയാൽ കണ്ണടിച്ചു അല്ലെങ്കിൽ വെയിലടിച്ചിട്ട്. അതുകൊണ്ട് കൂളിംഗ് ഗ്ലാസ്, പിന്നെ തൊപ്പി. വെയിലല്ലേ, ഫേസ് നമ്മൾ ക്ലിയർ ചെയ്യണമല്ലോ. ഈ മുടി അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഇനിയിപ്പോൾ കണ്ണാടി നോക്കിയിട്ട് വേണം മുടി അഡ്ജസ്റ്റ് ചെയ്യാൻ. എന്നാലേ തൊപ്പി വെച്ച സെറ്റ് ആവുള്ളൂ. ഓക്കെ, ഇപ്പോൾ സെറ്റ്. ഇനിയിപ്പോൾ ഷൂസ് മാറ്റിയിടുന്നു. ഈ ഷൂസ് ഞാനിവിടെ വന്നിട്ട് വാങ്ങിച്ചത് കേട്ടോ. ആബ്രോസിൻ്റെ ഷൂസാണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല ഷൂസാണ്. 70 ദിറംസ് കൊടുത്ത് വാങ്ങിച്ചതാണ്. അങ്ങനെ ഇറങ്ങി, മുറി പൂട്ടി ഇറങ്ങി. അങ്ങനെ ഞാൻ ഇറങ്ങുന്നു. ഇനി നേരെ താഴോട്ട് പോകാനുള്ള സ്റ്റെപ്സ് ഇതാണ്ട് കണ്ടോ. മേലോട്ടും താഴോട്ടും ഒരുപാടൊന്നും എനിക്കങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. ഞാൻ പറഞ്ഞല്ലോ, ലേബർ ക്യാമ്പാണ്. ഫല വേണ്ടാദിനങ്ങളും അവിടെ കാണും. അതുകൊണ്ട് പിന്നെ എനിക്ക് ക്യാമ്പിൽ നിന്ന് ഇറങ്ങി ഒരുപാട് ദൂരം പോകണ്ട. അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. ബസ് സ്റ്റോപ്പാണ് കേട്ടോ. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ല ആകാശം, തെളിഞ്ഞ ആകാശം, സൂര്യൻ തെളിഞ്ഞ് നിൽക്കുന്നു. അതോ പൊടിക്കാറ്റ് പറക്കുന്നുണ്ടോ. ഇവിടെ നമ്മൾ ഈ ഗ്രൗണ്ടിനെ പറയുന്നത് കച്ച എന്നാണ്. കച്ച എന്ത് കച്ചയാണോ എന്ത് വേടാന്നൊന്നും എനിക്കറിയത്തില്ല. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കും. ഇവിടുത്തെ കച്ചയിൽ വരുന്ന പൊടിക്കാറ്റാണ്. ഇപ്പം അത്യാവശ്യം നല്ലൊരു തണുത്ത കാലാവസ്ഥയാണ്. പക്ഷെ എന്നാൽ പോലും വെയിലിനൊരു കുറവില്ല. അങ്ങനെ മണി 12:38. എൻ്റെ ഫോണിലെ ഓട്ടോ ഫോക്കസ് ഒന്നും വർക്ക് ചെയ്യില്ല. തട്ടിയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇതാ വന്നു നമ്മുടെ ബസ്. ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വരെ ബസ്സിൽ കയറി അങ്ങ് വരെ പോകത്തില്ല. എവിടെ, നമ്മുടെ പള്ളി. പിന്നെ നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് അധികം ഒന്നും നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. അത് ഈ പുള്ളി കയറിയിട്ട് ഇറങ്ങി പോകുന്ന കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉന്തി തള്ളി ഞെരുങ്ങി കുത്തിയാണ് ഞാൻ അതിനകത്ത് നിൽക്കുന്നത്. പുറത്തെ കാഴ്ചകൾ കാണിക്കാം, കാരണം ഞാൻ നിന്ന് പോവുകയാണല്ലോ. ഈ ബസ്സിന് ഫുള്ള് വിൻഡോയാണ്. അതാ നമ്മുടെ കൂടെ ഏറ്റുപിടിക്കുന്ന അടുത്തൊരു ബസ്. പോകുന്നതാണ് ഞാൻ പോകുന്ന അതേ ടൈപ്പിലുള്ള ബസ്. പക്ഷേ ഈ ബസ്സിൽ ഫുള്ള് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഈ ഡോട്ട് 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 കുറേ ഡിസ്ട്രോഷൻസ് നിങ്ങൾക്ക് കാണുന്നില്ലേ. ഇപ്പോൾ ഞാൻ പോകുന്ന മെട്രോയിലോട്ടാണ്. ഇതാ നമ്മുടെ മെട്രോ സ്റ്റേഷൻ. ഈ മെട്രോ സ്റ്റേഷൻ്റെ പേരാണ് ഓൺ പാസീവ് മെട്രോ സ്റ്റേഷൻ. ഞാൻ താമസിക്കുന്നത് അൽക്കൂസാണ്. അൽക്കൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 4. അപ്പോൾ ഡോറിൻ്റെ ബസ് തുറന്നു. ബസ്സിൻ്റെ ഡോറ് തുറന്നു. എന്താണ് ഇത്? ക്ഷമിക്കണം ഗായ്സ്, തെറ്റുകൾ വരുന്നു. മെട്രോ സ്റ്റേഷനാണത്. എന്നെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നെന്താ. ഞാൻ കാലുകൾ മാത്രം എടുക്കുന്നതിന് റീസൺ ഉണ്ട്. കാരണം വ്ളോഗ് ചെയ്യാമെന്നും പറഞ്ഞ് ഇവിടെ നടക്കുന്നതിൻ്റെ അത്ര എനിക്ക് ധൈര്യം പോരാ. കാരണം ഒരുപാട് ലേഡീസ് ഉണ്ട്. ലേഡീസിനെയൊക്കെ ഇനി എങ്ങാനും എൻ്റെ വീഡിയോയിൽ കണ്ടു, ഇനി അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ദുബായിയാണ്, അവർ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിടിച്ചെടുത്തുകൊണ്ട് പോകും. വെറുതെ എന്തിനാണ് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ കളയുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല, ഫൈൻ അടയ്ക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. 1-2 രൂപയൊന്നും ആയിരിക്കത്തില്ല അവന്മാർ ഫൈൻ ചോദിക്കുന്നത്. 300-400 ദിർഹംസ്. അതൊക്കെയെന്ന് പറഞ്ഞാൽ നാട്ടിലെ 5000-6000 രൂപ അടുപ്പിച്ച് വരും. മെട്രോയിൽ കയറി പഞ്ച് ചെയ്യാൻ വേണ്ടി അതാ പഞ്ച് ചെയ്തു, മേളിലോട്ട് കയറി പോകുന്നു. ലിഫ്റ്റിൽ കയറി. കറക്റ്റ് ടൈം ആട്ടോ ഞാൻ വന്നതും എനിക്ക് പോകാനുള്ള വണ്ടി എത്തി. അങ്ങനെ ഓടിച്ചാടി ഇതിൽ കയറാൻ പറ്റില്ല, തള്ളിക്കയറി. ഇനി അപ്പുറത്തെ ഗ്യാപ്പ് ഉള്ളതിലോട്ട് ഓടിക്കയറാം. ഓക്കേ, ഇനി നമ്മൾ റോഡിലെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇനിയാണ് നമ്മുടെ ഷെയ്ഖ് സായിദ് റോഡ്. ദുബായിലെ ഏറ്റവും വലിയ റോഡും ഏറ്റവും നീളമുള്ള ഒരു ഹൈവേയാണത്. ഇതെന്ത് ബിൽഡിങ്ങാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പണി തീർന്നതേ ഉള്ളൂ ഈ വർഷം. ഞാൻ വന്ന സമയത്ത് ഇത് പണിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അതാ ഫേമസ് ടൊയോട്ട ബിൽഡിംഗ്. അത് എത്രയോ കാലം മുട്ടേ ഉള്ളൊരു ബിൽഡിങ്ങാണ്. ദുബായിയുടെ പുരോഗമനമൊക്കെ കാണിക്കുമ്പോൾ ഈ ടൊയോട്ട ബിൽഡിങ്ങിൻ്റെ ഒരു പിക്ചർ നമ്മൾ വീഡിയോയിലൊക്കെ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയാൽ മതി, കാണാൻ പറ്റും. ഇതൊക്കെ എന്ത് ബിൽഡിങ്ങാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇതെല്ലാം ഒട്ടുമിക്കതെല്ലാം ഹോട്ടൽസാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഹോട്ടൽ ഫീൽഡാണ്. ഹോട്ടൽ ഫീൽഡ് ആസ് എ സർവീസാണ്. ഞങ്ങൾ വാലറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവരുടെ ഒരു ഇൻഹൗസ് ഗ്രാഫിക് ഡിസൈനറാണ് ഞാൻ. ഗ്രാഫിക് ഡിസൈനർ ആൻഡ് ഓൾസോ പ്രിൻറ്റിങ് മെഷീൻ ഓപ്പറേറ്റിംഗ്. കാരണം അവർക്ക് വാലറ്റ് എന്ന് പറഞ്ഞാൽ വാലറ്റ് ഓപ്പറേഷൻസിന് ടിക്കറ്റ്സ് വേണം, വാലറ്റ് ടിക്കറ്റ്സ്. നമ്മളൊരു ടിക്കറ്റ് അവർക്ക് കൊടുത്ത് ഗസ്റ്റിൻ്റെ നിന്ന് നമ്മൾ ഗസ്റ്റ് കൊണ്ടുവരുന്ന കാറിൻ്റെ ചാവി വാങ്ങിക്കും. എന്നിട്ട് ആ ടിക്കറ്റിൽ നമ്മൾ ഇവരുടെ കാറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി അത് കീയുടെ കൂടെ നമ്മൾ കൊളുത്തിയിടും. എന്നിട്ട് ആ ഗസ്റ്റ് ഒരു കൗണ്ടർ ഫോയിൽ ടിക്കറ്റ് നമ്മൾ അവർക്ക് കൊടുക്കുമല്ലോ, ആ കൗണ്ടർ ഫോയിൽ കൊണ്ടുവന്ന് അതിൻ്റെ നമ്പറും കീയുടെ നമ്പറും മാച്ച് ചെയ്ത് നമ്മൾ ഓടിപ്പോയി ആ കാർ എടുത്തുകൊണ്ട് കൊടുക്കും. അതാണ് വാലറ്റ് പാർക്കിംഗ്. ഇനി വാലറ്റ് പാർക്കിംഗ് അറിഞ്ഞുകൂടാത്തവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത്രയും വലിയ ദുബായിൽ ഹോട്ടൽസിലെ ഗസ്റ്റുകൾ വരുമ്പം അവർക്ക് സ്വയമേ കൊണ്ടുപോയി പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. കാരണം ഗസ്റ്റ് വന്ന ലോബിയിൽ ഇറങ്ങും, കാറിൻ്റെ ചാവി നമ്മുടെ തന്നിട്ട് പോകും. നമ്മളുടെ വാലറ്റ് ടീംസാണ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ അണ്ടർഗ്രൗണ്ടിലോട്ട് പ്രവേശിക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഇറങ്ങാൻ പോകുന്ന സ്റ്റേഷൻ്റെ പേര് ബുർജുമാൻ എന്ന് പറയും. പിന്നെ ഇവിടുത്തെ മെട്രോയ്ക്ക് റെഡ് ലൈനും ഉണ്ട്, ഗ്രീൻ ലൈനും ഉണ്ട്. ഞാൻ റെഡ് ലൈനിൽ നിന്ന് കയറി എനിക്കിനി പോകേണ്ട ഗ്രീൻ ലൈനിലോട്ടാണ്. അപ്പോൾ ഗ്രീൻ ലൈനിൽ കയറണമെന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്ത മെട്രോയിലോട്ട് കയറണം. അപ്പം മെട്രോയിൽ കയറണമെങ്കിൽ ഇതിറങ്ങി അടുത്തതിലോട്ട് കയറണം, അടുത്ത ലിഫ്റ്റിൽ കയറണം. അപ്പോൾ എൻ്റെ ഡോർ അടഞ്ഞില്ല. ആ ഡോർ അടയാത്തതുകൊണ്ട് ആ പുള്ളി എന്നെ വലിച്ചു പിടിച്ചിട്ട് അടച്ചത്. അതിനാ പുള്ളി ചിരിച്ചത്. മലയാളിയാണെന്ന് തോന്നുന്നു, ആർക്കറിയാം. ഇനി ഇവിടെ കുറച്ച് നേരം എടുക്കും വെയിറ്റ് ചെയ്യാൻ. കാല് കാണിക്കുന്ന വേറെ ഒന്നുമല്ല ഉണ്ടോ, ഇഷ്ടം പോലെ ആളുകളുണ്ട് ഇവിടെ. ഇനി അവരെങ്ങാനും ഞാൻ വീഡിയോ എടുത്തൊന്നും പറഞ്ഞ് സായിപ്പന്മാരുടെ തല്ല് കൊള്ളാനൊന്നും മേലാഞ്ഞിട്ട. അങ്ങനെ ഞാനിങ്ങനെ ഒരു ലൈൻ കിട്ടാൻ വേണ്ടി നടക്കുക. ആ ലൈനല്ല, ക്യൂ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഇവിടെ എല്ലാം ക്യൂ സിസ്റ്റമാണ്. മെട്രോയുടെ ഡോറിൻ്റെ ഫ്രണ്ടിൽ കയറി നിൽക്കാൻ പാടില്ല, 2 സൈഡിലുമായിട്ട് മാറി നിൽക്കണം. കാരണം ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ മെട്രോയിലുള്ളവരിറങ്ങണം, എന്നാൽ മാത്രമേ നമ്മൾ കയറാവൂ.
അതുകൊണ്ട് ഡോറിൻ്റെ ഫ്രണ്ടിൽ ഒരിക്കലും നിൽക്കാൻ പാടില്ല. നിന്ന് കഴിഞ്ഞാൽ ഇതിനകത്തുള്ളവർ RTA ആളുകൾ വന്ന് ഫൈൻ അടിച്ചിട്ട് പോകും. അങ്ങനെ നമുക്ക് പോകാനുള്ള വണ്ടി വന്നു, ചാടി കയറി. ഇതിലോട്ട് പോകാനായിട്ട് വലിയ തിരക്ക് കാണത്തില്ല കേട്ടോ. അങ്ങനെ വണ്ടി എടുത്തു, നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് മേലോട്ട് കയറാൻ പോവാണ്. അങ്ങനെ നമ്മളിതാ മേലോട്ട് വന്നു. ഇനി കാണാൻ പോകുന്നത് ഷെയ്ഖ് സായിദ് റോഡിൻ്റെ വേറൊരു സൈഡാണ്. ഇത് ഷെയ്ഖ് സായിദ് റോഡല്ല, ആക്ച്വലി ഊത്ത് മേത്തയിലാണ് ഞാനിനി പോകാൻ പോകുന്നത്. വേറൊരു റോഡാണ്. ഇവിടുത്തെ റോഡുകളൊക്കെ കാണുമ്പോൾ കൊതിയാവുന്നു കാർ ഓടിക്കാൻ. പക്ഷെ എന്ത് ചെയ്യാനാ, ലൈസൻസ് എടുക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് കത്തും. അങ്ങനെ മെട്രോയിൽ നിന്ന് ഇറങ്ങി, എസ്കലേറ്റർ ഉണ്ട്, എസ്കലേറ്ററിൽ നിന്ന് ഇനി താഴോട്ടിറങ്ങി പോകണം. കാല് കാണിക്കുന്ന ഞാൻ പറഞ്ഞില്ലയോ, അന്യായ തിരക്കാണ്. ഇവരെല്ലാവരും പള്ളിയിലോട്ട് പോകുന്നവരാ. പിന്നെ ഈ എസ്കലേറ്ററിനൊരു ഇതുണ്ട്, ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നവരെപ്പോഴും നടന്നു പോകാനുള്ളവരാ, റൈറ്റ് സൈഡിൽ നിന്നു പോകാനുള്ളത്. മെട്രോ കാർഡ് പഞ്ച് ചെയ്യുക. മെട്രോ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ നോൾ കാർഡ് എന്ന് പറയും. പഞ്ച് ചെയ്യുക, തുറക്കുക, ഇറങ്ങിപ്പോവുക. എല്ലാ ആഴ്ചയും എനിക്ക് ഓൾമോസ്റ്റ് 4, 15, 25 ദറംസ് അടുപ്പിച്ച് എനിക്ക് മെട്രോ ചാർജ് ആവും. അങ്ങനെ മെട്രോയിൽ നിന്ന് ഇറങ്ങി ഞാനിതാ നടക്കുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ആക്ച്വലി ഡിസംബർ സമയമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഡിസംബർ അല്ല, നവംബർ സമയം. ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ നാളായി. എനിക്ക് വോയിസ് ഓവർ ചെയ്യണമെങ്കിൽ എൻ്റെ ഫോണിലെ ക്യാമറ ശോകമാണ്, മൈക്കും ശോകമാണ്. അപ്പോൾ ഒരു ചെറിയൊരു മൈക്ക് ഞാൻ വാങ്ങി, അതിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നിങ്ങൾ കണ്ടത് ഫിലിപ്പീനോസിൻ്റെ സ്ട്രീറ്റ് ഫുഡാണ്. അവർ വീട്ടിൽ നിന്നുണ്ടാക്കി അവരിവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതാണ്. ഫിലിപ്പീനോസ് മാത്രമേ വാങ്ങിക്കാറുള്ളൂ. നമുക്കൊന്നും അതിൻ്റെ ടേസ്റ്റ് പിടിക്കത്തേ ഇല്ല. വേറൊന്നും കൊണ്ടല്ല, പലതും പാതി വെന്ത സാധനങ്ങളായിരിക്കും. അങ്ങനെ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 600-700 മീറ്റർ നടക്കാനുണ്ട്. ആ കാണുന്നത് മെട്രോ പോകുന്ന പാലമാണ് അത്. അങ്ങനെ നടന്ന് ലാസ്റ്റ് എത്തി. ഇവിടെ ഇതുപോലെ കാൽനട യാത്രക്കാർക്കാണ് പ്രയോറിറ്റി. കാൽനട യാത്രക്കാരുടെ ലെവലിലാണ് റോഡ് പൊക്കിയിട്ടേക്കുന്നത്. റോഡിൻ്റെ അവിടം വരുമ്പോഴത്തേക്കും ഒരു ഹമ്പ് പോലാണ് സീബ്ര ക്രോസിങ്. അങ്ങനെ ഞാൻ പള്ളിക്കകത്തോട്ട് കയറുവാണ് ഗൈസ്. പള്ളിയുടെ ഫ്രണ്ട് വരെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. കാരണം ഇഷ്ടംപോലെ പെണ്ണുങ്ങളും ഫോറിനേഴ്സും ഒക്കെ ഉള്ളതാണ്. ഇനി അവരെങ്ങാനും പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളൊരു പേടി കാരണം ഞാൻ എടുക്കാത്തതാണ്. ഇതാണ് നമ്മുടെ പള്ളി, സെൻറ്റ് മേരീസ് കാത്തലിക് ചർച്ച്, ദുബായ്. എല്ലാ ഞായറാഴ്ചയും ഞാൻ അവിടുന്ന് ഇത്രയും ദൂരം വന്നാണ് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത്. പിന്നെ ഇവിടുത്തെ ഇതും ക്യൂ സിസ്റ്റമാണ്, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. അതുപോലെ ആദ്യം വരുന്നവർ പോയി ക്യൂവിൽ നിൽക്കും, അതിന് പിന്നിൽ വരുന്നവരെല്ലാം നമ്മുടെ പിന്നിൽ നിരയായിട്ട് നിൽക്കണം. അങ്ങനെ ഞാനിപ്പോൾ ഒരു ക്യൂവിലോട്ട് കയറുവാണ്. സ്റ്റാർട്ടിങ് ക്യൂ കഴിഞ്ഞു, അവിടെ നിറഞ്ഞു, അടുത്ത ക്യൂ. ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് കയറുന്ന പല ആളുകളും ഉണ്ട്, കാരണം മലയാളീസാണല്ലോ. ഞാൻ അവിടെ നിന്ന് എത്ര മണിക്ക് ഇറങ്ങി? 12:35 ഇറങ്ങി. ഇവിടെ 1:30 ആയപ്പോഴെത്തി. കുർബാനയൊക്കെ കഴിഞ്ഞു, തിരിച്ചിറങ്ങും കേട്ടോ. നമ്മൾ നേരത്തെ വന്നിറങ്ങി നടന്നു വന്ന വഴിയാണ്. എന്നെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നതെന്ന് നിങ്ങൾ അറിയണ്ടായോ? ആരുടെയും വീഡിയോ എടുത്ത് ഞാൻ തന്നെ വോയിസ് ഓവർ ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിച്ചാലോ? അതുകൊണ്ട് അങ്ങനെ നടന്ന് തിരിച്ച് നമ്മളിതാ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്നു. ഇതാണ് ഊത്ത് മേത്ത മെട്രോ സ്റ്റേഷൻ. ഈ മെട്രോയിൽ കയറി വന്ന വഴി തന്നെ തിരിച്ചു പോകണം, വേറെ വഴിയൊന്നുമില്ല. ഈ വഴിയിൽ നിന്ന് മെട്രോയിലോട്ട് കയറുന്നു, എസ്കലേറ്ററിൽ കയറുന്നു. എവിടെ എസ്കലേറ്റർ? നടന്ന് എത്തിയില്ലേ? എസ്കലേറ്റർ എത്തി. ഒന്ന് കയറിപ്പോവോ? കുറേ നേരമായി. ഓക്കെ, എസ്കലേറ്റർ കഴിഞ്ഞു. ഇനി നടന്ന് കുറേ ഉണ്ട് മോനെ നടക്കാനായിട്ട്. നോൾ കാർഡ് പഞ്ച് ചെയ്യുക, അകത്ത് കയറിപ്പോവുക. മെട്രോ കാർഡ് റീചാർജ് ചെയ്തായിരുന്നു കേട്ടോ, അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി എടുക്കാം.
അവസരങ്ങൾ ഇനിയും ഉണ്ടല്ലോ. ലിഫ്റ്റ് വന്നു, അതുകൊണ്ട് ലിഫ്റ്റിൽ പോകാം എന്ന് വിചാരിച്ചു. വരട്ടെ വരട്ടെ വരട്ടെ. അങ്ങനെ ലിഫ്റ്റിൽ കയറി ഇതാ മുകളിലേക്ക് നമ്മൾ എത്തുന്നു. രണ്ടടേങ്. വണ്ടി വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. വണ്ടി വന്നാ വണ്ടി കയറിയാ ഞാൻ. അത് ശരി, അറിഞ്ഞില്ല കേട്ടോ. ഞാൻ അതൊക്കെ കട്ട് ചെയ്താന്ന് തോന്നുന്നു. ഒന്നിൽ കട്ട് ചെയ്തതായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ എടുക്കാത്തതായിരിക്കും. അത്യാവശ്യം തിരക്കുണ്ട്, കാരണം ബുർജുമാൻ എന്ന് പറയുന്നത് ഒരു ആസ് എ ജംഗ്ഷൻ പോലാണ്. അപ്പം അവിടെ എത്താനുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട്. അതുവരെ നല്ല തിരക്കായിരിക്കും. അത് കഴിഞ്ഞിട്ടും തിരക്കുണ്ടാവും, അത് നമുക്കറിയേണ്ട കാര്യമില്ലല്ലോ. കണ്ടില്ലേ, തിരക്ക് കാരണം എൻ്റെ ക്യാമറയും ഫോണും പോലും ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. തറയെ നോക്കി നടക്കണം, ഇല്ലെങ്കിൽ ആരുടെയും ദേഹത്ത് ഇടിച്ചെന്നും പറഞ്ഞ് അമ്മമാർ പിടിച്ചിട്ടിടിക്കും. വെറുതെ എന്തിനാണ് ഇടി കൊള്ളുന്നത്? ദുബായിൽ വന്ന് ഇടി കൊള്ളണം, നല്ല ഇടി നാട്ടിൽ കിട്ടൂലേ. പിന്നെ ഇനി നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങണം. എനിക്ക് പോകാനുള്ള റെഡ് ലൈനിലാണ് ഓൺ പാസീവ്. അതെന്ന് പറയുമ്പോൾ എക്സ്പോ അല്ലെങ്കിൽ UAE എക്സ്ചേഞ്ച്. ഈ രണ്ട് സ്ഥലത്തിൻ്റെ പേരാണ്. കണ്ടില്ലേ, നടന്നു പോകാനുള്ള സ്ഥലത്ത് കയറി അങ്ങ് ടക്കനെ നിൽക്കും. ഈ ലെഫ്റ്റ് സൈഡ് നടക്കാനുള്ളത് ഇവരെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്ര ഇറങ്ങി പോകുന്നതിന് റീസൺ ഉണ്ട് കേട്ടോ. അവിടെ വണ്ടി വന്ന്, അതുകൊണ്ടാണ് ഞാൻ ചാടി ഇറങ്ങി ഓടുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ ചാടി കയറും, ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഗ്യാപ്പ് കിട്ടിയ ഫസ്റ്റ് വരുന്ന ബോഗിയിലൊന്നും കയറരുത് കേട്ടോ. കയറിക്കഴിഞ്ഞാൽ അവന്മാർ പിടിച്ചിട്ടിടിക്കും. കാരണം ഇത് കണ്ടോ, വിമൻ ആൻഡ് ചിൽഡ്രൻ ഓൺലി. അതിനകത്ത് ഞാൻ പോയി നിന്ന് കഴിഞ്ഞാൽ അവളുമാർ ഒന്നും പറയത്തില്ല, കാരണം ഐ ഡോണ്ട് നോ. പക്ഷേ എല്ലാവരുടെ ഉള്ളിലുണ്ടാവും, ഇറങ്ങിപ്പോടാ ഇറങ്ങിപ്പോടാ ഇറങ്ങിപ്പോടാ. അങ്ങനെ പിന്നെ RTA കയറിക്കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ എപ്പം തന്നെന്ന് ചോദിച്ചാൽ മതി ഫൈൻ 200 ദിറംസ്. എന്തിനാ വെറുതെ. കാണിച്ചു തരാം. അതാ നമ്മുടെ ഫ്രെയിം, ദുബായ് ഫ്രെയിം. മെട്രോയിൽ പോകുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയുണ്ട് സാധനങ്ങൾ. അതവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഏതൊക്കെയോ വലിയ വലിയ ബിൽഡിങ്. പേരൊന്നും എനിക്കറിയത്തില്ല. എന്തോ അല്ലേ ഇതൊക്കെ, എങ്ങനെ ഉണ്ടാക്കിയെടുത്തത് ഇത്രയും? ഓ മാൻ. അതാണ് നമ്മുടെ വൺ ആൻഡ് ഒള്ളി. അതിൻ്റെ പേരാണ് വൺ ആൻഡ് ഒള്ളി എന്നുള്ളത്. സബീൽ, വൺ സബീൽ ആയിരിക്കും അല്ലേ? കാരണം ഞങ്ങൾക്ക് അവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു ബിൽഡിങ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പേര് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞു തരാം. ഇത് ജസ്റ്റ് മെട്രോ നിർത്തിയപ്പം ഞാൻ എടുത്തതാട്ടോ. അങ്ങോട്ട് പോകാൻ വലിയ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കുന്നതിന് വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് മെട്രോ പോകുന്ന റൂട്ട് കേട്ടോ. ആ എഴുതി വെച്ചേക്കുന്ന ഓരോരോ സ്റ്റേഷൻസ്. എൻ്റെ ഫോണിന് അത്രയും നല്ല സൂമിംഗ് ഒന്നുമില്ല, എന്നാൽ പോലും വേണമെങ്കിൽ പോസ് ചെയ്ത് വെച്ച് നിങ്ങൾ കണ്ടോ. വലിയ സൂമിങ് ഇല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ കാശ് കിട്ടിയിട്ട് നല്ലൊരു ഫോൺ ഞാൻ സെറ്റാക്കും, അപ്പോൾ നിങ്ങൾക്ക് ഈ പരാതിയൊക്കെ മാറ്റിത്തരാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുബായിലെ ഐക്കോണിക്സ് ബിൽഡിങ്സാണ്. പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ ദുബായ് ഐക്കോണിക് ബിൽഡിങ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരാറുണ്ട്. ഇതാണ് നമ്മുടെ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. തെറ്റിക്കാനായിട്ട് നല്ല രസമുണ്ടല്ലേ. എൻ്റെ അമ്മു, അടുത്തൊരു ട്രീ. ഓക്കെ, ഞെട്ടിയില്ല, ആരും ഞെട്ടിയില്ല. വാവ്. അകത്ത് കയറണേ കൊടുക്കണം 150 ദിറംസ്. ദുബായ് ഈസ് സോ എക്സ്പെൻസീവ് മാൻ. അങ്ങനെ അടുത്ത സ്റ്റേഷൻ എത്തി, എമിറേറ്റ്സ് ടവർ. ഈ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിൽ കയറണമെങ്കിൽ ഇവിടെ ഇറങ്ങിയാൽ മതി കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങി നടന്നു പോവാം. എൻ്റെ ഷൂസ്, എൻ്റെ കാൽ. ആ കാണുന്നതാണ് DMCC അല്ലേ? ആയിരിക്കും. DMCC ബിൽഡിംഗ് ആണത്. അതിനകത്ത് ഞങ്ങൾക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. അവിടെ ഞങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SO അപ് ടൗൺ എന്ന് പറയുന്ന അതിനകത്തുള്ളൊരു ഹോട്ടലിൻ്റെ പേരാണ്. ഇനി നമ്മുടെ ദുബായ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് കഴിഞ്ഞോട്ടെ. സ്റ്റേഷൻ എത്തി അടുത്ത്. ഏത് സ്റ്റേഷനാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഫൈനാൻഷ്യൽ സെൻറ്റർ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. ദേ വന്ന് മോനെ, നമ്മുടെ ദുബായിലെ
ടോളസ്റ്റ് ബിൽഡിംഗ്. ദുബായിലെ ടോളസ്റ്റ് അല്ല, വേൾഡിലെ ടോളസ്റ്റ് ബിൽഡിംഗ് ആണ്, സോറി. അങ്ങനെ നമ്മുടെ ബുർജ് ഖലീഫ. ഖലീഫ ഖലീഫ ഇതൊരു കുട്ടി ബുർജ് ഖലീഫ. ഫസ്റ്റ് വെച്ച ഇതായിരിക്കും. രണ്ടൊരാളുടെ തന്നെ MR ഗ്രൂപ്പ്, MRൻ്റെ തന്നെയാണ് ഇതും. ആ ലെഫ്റ്റിൽ കാണുന്നൊരു കുഞ്ഞ് സാധനമില്ലേ, അതാണ് നൂൺ കേട്ടോ. നൂണിൻ്റെ ബിൽഡിംഗ് അതാ. ബുർജ് ഖലീഫയുടെ കുറച്ചും കൂടെ അടുത്തോട്ടുള്ള വ്യൂ ഉണ്ട്. അത് മെട്രോയിൽ പോകുമ്പോൾ കുറച്ചും കൂടെ ഇതിൽ കാണാൻ പറ്റും. ഇത് കഴിഞ്ഞതിൻ്റെ ഇടയിൽ കൂടെ കാണിച്ചു തരാം. കണ്ടോ ഉണ്ടോ ആയിരിക്കുന്നു. അടിപൊളിയല്ലേ? എങ്ങനെ ഉണ്ടാക്കിയെടുത്തടാ ഇതൊക്കെ. എത്തിസലാത്തിൻ്റെ ഇതിൽ കണ്ടോ, നമ്മുടെ ഷാറുഖ് ഖാനും ബ്രാൻഡ് അംബാസഡറാ. ഇന്ത്യയിലോട്ട് വരുന്നുണ്ടോ എത്തിസലാത്ത്? ഷാറുഖ് ഖാൻ ദുബായിയുടെ ബ്രാൻഡ് അംബാസഡറാ. ദുബായ് ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറാ കേട്ടോ ഷാറുഖ് ഖാൻ. അയ്യോ, മെട്രോ ഉണ്ടോ ഇത്ര ഫ്രീ ആയിട്ട്? അങ്ങനെ എപ്പോഴും ഒന്നും ഇങ്ങനെ അല്ല. നിരക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. എനിക്കാദ്യം കുറച്ച് ധൈര്യം കിട്ടട്ടെ. ഇതാണോ ഇങ്ങോട്ട് വന്നപ്പോൾ കാണിച്ച ഷെയ്ഖ് സായിദ് റോഡ്. അടിപൊളിയല്ലേ? അയ്യോ, നമ്മൾ പോകുന്നത് അത്യാവശ്യം നല്ല സ്പീഡിലാണ്. ആ കാറുകളൊക്കെ ഓൾമോസ്റ്റ് 100, 110, 120, 80 കിലോമീറ്റേഴ്സ് ആ ഒരു സ്പീഡിലാണ് അത് പോകുന്നത്. നമുക്കത്ര സ്പീഡൊന്നും ഇല്ലയെന്ന് തോന്നുന്നത് നമ്മളും അതേ സ്പീഡിൽ പോകുന്നത് കൊണ്ടാണ്. ഇങ്ങോട്ട് പോകുന്ന കാറിൻ്റെ സ്പീഡ് കണ്ടോ? ഏറെക്കുറെ ആ സ്പീഡിൽ തന്നെ പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്പീഡ് നമ്മൾ സ്പീഡ് ട്രാക്കിൽ കയറി സ്പീഡിൽ പോയില്ല എന്നുണ്ടെങ്കിൽ ഫൈൻ അടിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒതുങ്ങി മാറി ഒരു സൈഡിൽ കൂടെ പോകണം. സ്പീഡ് ട്രാക്കിൽ കയറിയോ, സ്പീഡ് ട്രാക്ക് എന്ന് പറയുമ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിലത്തെ ട്രാക്കിനെയാണ് സ്പീഡ് ട്രാക്ക് എന്ന് പറയുന്നത്, മിഡിലോട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡ് പിടിച്ച് തന്നെ പോകണം. പിന്നെ ഇതൊക്കെ ചെറിയൊരു ട്രാഫിക്കാട്ടോ. ഇത് വലിയ സ്പീഡൊന്നും പോകുന്നില്ല, പക്ഷെ എന്നാലും ട്രാഫിക്കുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ സൈക്കിൾ ഓട്ടിപ്പോണോ ഈശ്വര. ഇതുപോലെ പല വള്ളികളും കാണും, നമ്മളതൊന്നും മൈൻഡ് ചെയ്യരുത്. പണി കിട്ടും ഏതെങ്കിലും ഒരു വഴി കൂടെ. എന്തുമല്ലേ ഇൻഫ്രാസ്ട്രക്ചർ. ഒരു റേഞ്ച് റോവർ പോകുന്ന സ്പീഡ് പോയിക്കേ. എൻ്റെ ഫോണിൽ ഇതൊക്കെ പറ്റുള്ളൂ കേട്ടോ. ക്വാളിറ്റിയൊക്കെ കുറയുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ദേ ഇരിക്കുന്ന ക്യാമറാസ്. ആ കണ്ടത് സാലിക്കാണ് കേട്ടോ. സാലിക്ക് എന്ന് പറയുമ്പോൾ ടോൾ. ഇവിടുത്തെ ടോളിന് പറയുന്ന പേരാണ് സാലിക്ക്. എത്ര നല്ല മനോഹരമായ ആകാശം. വാവ്, ബ്യൂട്ടിഫുൾ സൺഡേ. ഇപ്പോൾ വെയിലടിച്ചു വരും, അപ്പോൾ പിന്നെ ബ്യൂട്ടിഫുള്ളൊക്കെ അങ്ങ് പോകും. നല്ലൊരു ആംബിയൻസ് അല്ലേ? അടിപൊളി. പ്രത്യേകിച്ച് എന്തോ പറയേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. വീഡിയോ അല്ലേ. കാർ എണ്ണിക്കൊണ്ടിരുന്നാലോ? വേണ്ട. അതേ ആ കാണുന്നതാണ് നമ്മുടെ ബുർജ് അൽ അറബ്. നമ്മുടെ ദുബായിലെ ഐക്കോണിക് ബിൽഡിങ്സ് കുറേ നാൾ അതായിരുന്നു. ബുർജ് അൽ അറബ് മോസ്റ്റ് എക്സ്പെൻസീവ് ഹോട്ടൽ ഇൻ ദുബായ്, അങ്ങനെ എന്തോ ആണ്. അത് നമ്മൾ കടലിൽ പോയിട്ട് ബുർജ് അൽ അറബിനെ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ എ ബിഗ് ക്രോസ്, ഒരു കുരിശ് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അത് ഉണ്ടാക്കിയത്, അതിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ഒരു അമേരിക്കക്കാരനാണ്. പുള്ളി ചെയ്ത പണിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ അത് കുറേ കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് US ഏതോ പത്രത്തിൽ വന്നിരുന്നത്, വി ആർ ഗോണ ഇനാഗ്രേറ്റ് ദ ബിഗ്ഗസ്റ്റ് ക്രോസ് ഇൻ ദ വേൾഡ് എന്നെന്തോ പറഞ്ഞാണ് അന്നത്തെ ന്യൂസിലൊക്കെ വന്നത്. കാരണം അതിൻ്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്തേക്കുന്ന ആ ഒരു പില്ലറിലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഒരു സൈഡിലേക്ക് തള്ളിയിരിക്കുന്ന, പിന്നെ മേലോട്ട് കുത്തനെയുള്ളൊരു ബീമും ഉണ്ട്. ബീമല്ല, പില്ലറും ഉണ്ട്. ആ പില്ലറും ഹൊറിസോണ്ടൽ പില്ലറും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ലൈക്ക് കുരിശാവും. എനിക്കിറങ്ങാനുള്ള സ്റ്റേഷൻ എത്തി. ഇതാണ് ഓൺ പാസീവ്. ഞാൻ ചാടി ഇറങ്ങട്ടെ. ഓക്കെ, ഇനി കല കാണിക്കാൻ പറ്റുള്ളൂ. കാരണം മുന്നിലൊക്കെ പെണ്ണുങ്ങളുണ്ട്. ഫോൺ എടുത്ത് ഇനി അവളുടെ വീഡിയോസാണ് എടുക്കുന്നതെന്ന് വല്ലതും പറഞ്ഞു തന്നാൽ തല്ല് കിട്ടും. അതുകൊണ്ട് കല കാണിച്ച് പോവാം. ടൈൽസ് എണ്ണാലോ, എന്ത് വൃത്തിയായിട്ടാണ് കിടക്കുന്നതല്ലേ. കണ്ടില്ലേ, സ്റ്റാൻഡ് റൈറ്റ് സൈഡിൽ നിൽക്കാനുള്ളവർ നിന്ന് പോകും. എനിക്കിനി പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. അതുകൊണ്ട്
നിന്ന് പോയാലും മതി. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ബസ്സൊക്കെ, കാരണം എൻ്റെ ടൈമിംഗ് കറക്റ്റാണ്. ഞാൻ ഈ ടൈമിങ്ങിനാണ് വരുന്നത്. ബസ്സൊക്കെ കറക്റ്റ് സ്പോട്ടിൽ അവിടെ ഇറങ്ങി നിൽക്കും. ഞാൻ പോയി കയറേണ്ട താമസമേ ഉള്ളൂ. ഇറങ്ങുന്നു, നടന്ന് പോയി നോൾ കാർഡ് എടുക്കുന്നു, പഞ്ച് ഔട്ട് ചെയ്യുന്നു. അപ്പം എത്ര രൂപ എടുത്തുന്നു? 5 രൂപ, സോറി 5 ദിർഹംസ്. ഞാനാണ് കേട്ടോ, വേറെ ആരുമല്ല. ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യുന്നത്. മതി മാറ്റ്. കൊള്ളാലോ സുന്ദര. നമുക്ക് പോകാനുള്ള ബസ്സാണ് കേട്ടോ അത്. പോഷ് വായിച്ചാലേ പറ്റുള്ളൂ. വായിച്ചിരിക്കാം. മണി എത്രയായി? 3:48. നമ്മൾ എത്ര മണിക്ക് ഇറങ്ങിയാന്ന് കണ്ടോ? ടെസ്ല അണ്ണൻ, ഏലണ്ണൻ്റെ ടെസ്ല. നമുക്ക് പോകാനുള്ള വണ്ടി വന്നു. നേരത്തെ നടന്ന നമുക്കുള്ള വണ്ടി അല്ലായിരുന്നു കേട്ടോ. ആൽഗൂസ് ന്യൂ ഹൗസിങ്. വണ്ടി വന്ന്, സീറ്റ് കിട്ടി. വണ്ടി വന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇറങ്ങാനുള്ളവർ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം കയറാനുള്ളത് കയറി സീറ്റ് പിടിച്ച് അവിടെ അങ്ങിരുന്നു. ഇനി കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ പോകാനായിട്ട്. ബസ്സിൻ്റെ അകമൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെ കണ്ട് പഠിക്കണം മോനെ. ഷേഖ് സായിദ് റോഡ്. ആ റോഡ് ഒരു അന്യായ റോഡാണ് മോനെ. വണ്ടി എടുത്തു, പോകുന്നു. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ബാക്ക് ടു റൂം. ഹോമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഹോമല്ലല്ലോ, ഹോമ പോലൊന്നും ആവത്തില്ല. അതുകൊണ്ട് ബാക്ക് ടു റൂം. ചെറിയ റോഡിലെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് ഇൻഡസ്ട്രീസും ഫാക്ടറീസും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകളും ഇവിടെ വന്നാണ് താമസിക്കാറുള്ളത്. താമസിക്കാനും വലിയ പ്രശ്നമൊന്നുമില്ല. ക്യാമ്പുകൾ മാത്രമല്ല കേട്ടോ. ഇവിടെ അൽഖെയിൽ ഗേറ്റ്, അൽഖെയിൽ ഹൈറ്റ്സ് എന്നൊക്കെ പറയുന്ന നല്ല കമ്മ്യൂണിറ്റീസും ഉണ്ട്. പക്ഷേ ഇറ്റ് ഈസ് കൈൻഡ് എക്സ്പെൻസീവ് ഫോർ അസ്. എന്നെപ്പോലത്തെ ഒരു ന്യൂബിയൊക്കെ ഇവിടെ വന്ന് അത്രയും നല്ലൊരു പ്ലേസിലൊന്നും താമസിച്ചു കഴിഞ്ഞാൽ സേവിങ്സ് ഉണ്ടാവില്ല. അത്രമാത്രമേ ഉള്ളൂ. ഇത് ഖലീജ് ടൈംസ്, ഇവിടുത്തെ ന്യൂസ് പേപ്പർ ആൻഡ് മീഡിയ ദുബായിലെ. പിന്നെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ദുബായിലെ ഏറ്റവും വലിയ സിമൻറ്റ് ഫാക്ടറിയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഒട്ടുമിക്ക ബിൽഡിങ്സിന് വേണ്ടിയിട്ടുള്ള സിമൻറ്റ് കൊണ്ടുപോകുന്നത്. ഇവിടെ ചാക്ക് വാങ്ങിച്ച് സിമൻറ്റ് കുഴച്ചടിക്കുന്ന പരിപാടി കുറവാണ്. ഉണ്ട്, ഇല്ലയെന്നല്ല, ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ടൈം കൺസ്യൂമിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അവരെപ്പോഴും ചെയ്യാറുള്ളത്. കാരണം ഇവിടെ എല്ലാം നമ്മളൊരു തറക്കല്ലിട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തീരുമാനിക്കും ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ ഇനോഗ്രേഷൻ എന്നാണെന്നുള്ളത്. അങ്ങനത്തെ വിഷൻ പ്ലാനിങ് ഒക്കെ ഉള്ള ടീംസാണ് ദുബായ്ക്കാർ. കാരണം അവർ അങ്ങനത്തെ കോൺട്രാക്റ്റുകൾക്ക് അവർ തല വയ്ക്കത്തുള്ളൂ. നമ്മുടെ ബസ്സിനകം കേട്ടോ. ക്ലാരിറ്റി ഇല്ലല്ലോ, കുറേ ഞെക്കുന്നുണ്ട്, പുല്ല് വരുന്നുമില്ല. സോറി. ടി വിക്കകത്ത് തന്നെ എഴുതി കാണിക്കുന്നതെന്ന് പറഞ്ഞാലേ എനിക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ കുത്തിയിരിക്കണം. RTA, വി കീപ് ദുബായ് മൂവിങ്. നമ്മൾ ദുബായിനെ തള്ളിക്കൊണ്ട് പോകും. അതിൽ സ്റ്റോപ്പൊക്കെ എഴുതി വരും കേട്ടോ. അടുത്ത സ്റ്റോപ്പ് ഏതാണ്, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റോപ്പ് ഏതാണ് എന്നൊക്കെ അതിനകത്ത് എഴുതി വരും. ന്യൂബീസ് വന്നു കഴിഞ്ഞാൽ അത് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ഏതെങ്കിലും ലാൻഡ്മാർക്ക് നോക്കി വെച്ചാൽ മാത്രമേ കറക്റ്റ് സ്ഥലത്ത് നമുക്ക് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. അത് നോക്കിയിരുന്നെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് സ്ഥലമാകുമ്പോൾ ഇറങ്ങിയാൽ മതി. ഞാനൊക്കെ അത് നോക്കിയിരുന്ന് എനിക്കൊന്നും മനസ്സിലായിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ ആദ്യമായിട്ട് ബസ്സിൽ കയറി പേടിച്ചൊക്കെയാണ് ഞാൻ കയറിയത്. കാരണം ഒന്നുമില്ല, ടിക്കറ്റ് എടുക്കണോ, ടിക്കറ്റ് എവിടെ, എന്താ ഇത് സംഭവം, ഒന്നും മനസ്സിലാവുന്നില്ല. കറങ്ങണ കോഴി. ഇന്നൊരു കറങ്ങണ കോഴിയായാലോ? ഞായറാഴ്ചയല്ലേ? വേണ്ട, ചോറ് കഴിക്കാം. ചോറ്, സാമ്പാർ, മീൻകറി, പയർ, പപ്പടം മതി. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ്
ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ചോറ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആസ്വദിച്ച് കഴിക്കും. എൻ്റെ ആസ്വാദനത്തിന് ഇച്ചിരി കൈയും കണക്കും ഇല്ലാത്തത്, അതുകൊണ്ട് അത് നിങ്ങൾ കാണണ്ട. തിരിച്ചു വന്നു. തുറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് കുത്തിത്തള്ളി തുറക്കാൻ എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല. ഞങ്ങളുടെ കീക്ക് അതിൻ്റേതായിട്ടുള്ളൊരു നാക്കുണ്ട്. ആ നാക്കിൽ പിടിച്ച് തുറന്നാലേ തുറക്കത്തുള്ളൂ. തുറക്കടാ. തുറന്നു കണ്ടോ? ഷോട്ടൊക്കെ മാറ്റി ഞാൻ സെറ്റ്. കുറേ വീഡിയോ ഇൻസ്പിറേഷൻസൊക്കെ എടുത്തതാണ്. അങ്ങനെ